ഹായ്, നമസ്കാരം. നമ്മളൊന്ന് നമ്മുടെ ലൂസിയും ലൂണയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ, ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറ്. നല്ല വെയിലല്ലേ, അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇന്ന് മറ്റൊരാളുടെ അടുത്ത് എടുപ്പിച്ചിട്ട് ഞാൻ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, നമ്മുടെ കൂടെ ലൂണയും ലൂസിയും കൂടെ കളിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വെയിലായി. ലൂണാക്കാം. ലൂസി പുറത്ത് അപ്പിടാൻ പോയിരിക്കുകയാണ്. ലൂണ ചാടരുത് കേട്ടോ, ചാടരുത്, നോ ചാടരുത്. ഈ ഹൈറ്റിൽ ചാടിയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതല്ലാതെ ഈ മേലെ ചാടുന്നൊരു പ്രശ്നമാകുമ്പോഴാണ് നമുക്ക് നല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ലൂണയും ലൂസി ഇങ്ങനെയല്ല ചാടുക, മേലെ ഫുള്ളായിട്ട് എടുത്ത് ചാടും. ചാടുമ്പോൾ കയ്യിൽ നഖമൊക്കെ ഇത്തിരി ഉണ്ടാവും. ആ ഇത്തിരി ഉണ്ടാവുന്ന സമയത്ത് വേണ്ടടോ. അപ്പോൾ നഖമൊക്കെ ഇത്തിരി ഉള്ള സമയത്ത് മേലെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ പിന്നെ ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു രണ്ടാളും മേലേക്ക് ചാടില്ല. നമ്മൾ ഈ കൈ ഇങ്ങനെ താഴ്ത്തി ഇടുമ്പോഴാണ് എല്ലാ ഡോഗ്സും കൂടുതലായിട്ട് മേലേക്ക് ചാടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പരമാവധി ഈ കൈ ഇങ്ങനെ താഴ്ത്തി ഇടരുത്. ഇവരുടെ അടുത്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ പൊക്കി പിടിക്കുക, അല്ലെങ്കിൽ കൈ ഒന്ന് കെട്ടുക. അല്ലടാ ലൂണാക്കാം നോക്കോട്ടാ. എവിടേക്കാടാ? നമ്മൾ വിളിച്ച സ്പോട്ടിൽ വരുന്ന നോക്കോട്ടാ. ലൂണാക്കാം. നമ്മൾ എങ്ങനെ ചെയിൻ ഇല്ലാണ്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു പ്രധാന ഒരു കാരണമാണ്. നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഇവർ രണ്ടുപേരും നിൽക്കും കേട്ടോ. രണ്ടുപേരും പല സ്ഥലങ്ങളിലേക്ക് എത്ര ഓടിയാലും നമ്മൾ വിളിച്ച ആ ഒരു സെക്കൻഡിൽ തന്നെ അവർ തിരിച്ചെത്തും. അതാണ് നമ്മൾ മെയിനായിട്ട് ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാര്യം. അല്ലടാ, അല്ല, ഓടി കളിക്കുന്നില്ല. അവർ ഫുള്ള് അടിച്ചു പൊളിയായിട്ട് നന്നായിട്ട് കളിക്കാറുണ്ട്. ഇവർക്ക് ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇവർക്ക് നഖം വെട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. നഖം വെട്ടി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അവർ ഇത്രയും ഓടുന്നത് ഒരു ഡോഗ്സ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഈ നഖം വെട്ടി കൊടുക്കേണ്ട അവസ്ഥ വരാത്തത്. കാരണം കണ്ടോ, ഈ താഴെ തന്നെ ഈ ഓടിയിട്ട് ഈ അവരുടെ ഈ ഫുട് പ്രിന്റ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇത്രയും നല്ല സ്പീഡിലാണ്, നല്ല പവർ കൊടുത്തിട്ടാണ് ഇവർ ഓടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് എന്താ പറയാ, നഖം വെട്ടി കൊടുക്കേണ്ട അവസ്ഥ വരാത്തത്. കളിക്കുന്ന കളി കണ്ടാ ഫുൾ പവറാണ് രണ്ടുപേരും. നോ പറഞ്ഞാൽ എന്താന്നുള്ളത് രണ്ടുപേരും കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ ചില സമയത്തൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇല്ലടാ, അല്ലടാ പട്ടി. നോക്കിക്കോട്ടോ, ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര വിഷമാവും. ഇതാ നോക്കോ, എന്താണ്ടാ അവള് വെള്ളം കുടിക്കാൻ പോയതാ. എന്താടാ, അപ്പൊ അവളിപ്പോ ഓടിക്കൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ വരും. ഇതാണ് ലൂണാട്ടോ. ലൂസി വെള്ളമൊക്കെ തെറിപ്പിച്ച് കളിക്കാൻ തുടങ്ങി. എന്താണ്ടാ, ഏയ് ചാടരുതെന്ന് പറഞ്ഞില്ലടാ പട്ടി. കഴിഞ്ഞ ഇനി അവള് വെള്ളം കുടിക്കാൻ പോയി. നോ, ഏറ്റവും ഫലമായിട്ട് നമ്മുടെ ലൂണിയും ലൂസി എന്നും ഉണ്ടാവും കേട്ടോ. പൊളിയാണ് കണ്ട. ഇപ്പൊ ലെഫ്റ്റ് ലൂസി, ലൂണ, റൈറ്റ് ലൂസി. ലൂസി മടിച്ചാണ്, ലൂസി വേഗം കടന്നു. അല്ലേടാ, എന്തുവാടേ ഇത്? ശരി, നമുക്ക് അതുവരെ കുറച്ച് ദൂരം ഒന്ന് നടന്നു പോയിട്ട് അവര് പിന്നാലെ വരുന്ന സംഭവം ഷൂട്ട് ചെയ്യാട്ടാ. കമാൺ. നമ്മുടെ ബാക്കിൽ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഫ്രണ്ടിൽ പോവും, ചിലപ്പോൾ നമ്മുടെ കൂടെ വരും. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവർ രണ്ടാളും കളിക്കാറ്. അല്ലടാ, കണ്ടില്ലേ, മേലെ ചാടാതെ അവര് ജസ്റ്റ് മുകളിലേക്ക് ഒരു കൈ പൊക്കുക എന്നുള്ളത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല നമ്മുടെ മേലെ ചാടും. ചെറിയ രീതിയിലൊരു നഖമുള്ളൂ. കാരണം ഇത്രയും 1.5 വയസ്സായിട്ടും ഈ നഖത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സൈസാണ്. നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ചെറിയൊരു നഖത്തിന് വേണ്ടി കട്ട് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇവർ കൂടുതലും നല്ലപോലെ കളിക്കുന്നവരായതുകൊണ്ടാണ് നഖം വളരാത്തത്. അല്ലേടാ ലൂണാക്കാം. ലൂസി ഇവിടെ വാടാ. അവർ എൻജോയ് ചെയ്യാണ്. എന്നും നമ്മളെടുക്കുന്ന ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണുന്ന ഒരു സംഭവമായിരിക്കും ഇതേപോലെ കടി കൂടുന്നത്. കടി കൂടുകയല്ല, കളിക്കാണ്. അതാണ് ശരിക്ക്. അല്ലടാ, ശരിക്കും നമ്മള് അവിടുന്ന് 2 ഡോഗ്സിനെ എടുത്തിട്ട് വന്നാണെങ്കിൽ ഒരിക്കലും
ഇത്രയും ഇതുപോലെ ഒരു കളിക്കുന്നതും ഈ ഒരു എന്താ പറയാ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഒരേ അമ്മയുടെ രണ്ട് മക്കളായത് കൊണ്ട് തന്നെയാണ് ഇവര് ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് അല്ലേടാ. അപ്പൊ അവര് വിട്ട് പിരിഞ്ഞിട്ടില്ല ഇതുവരെ രണ്ടുപേരും തമ്മില്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ കളിക്കുന്നതിലും ബാക്കി എല്ലാ രണ്ടുപേരും കൂടെയുള്ള പെരുമാറ്റം എല്ലാം നന്നായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ അല്ലേടാ. ഇതേണ്ട ആള് പാവങ്ങളാ രണ്ടാളും അല്ലേടാ. കുറച്ച് പൊസസീവ്നെസ് കൂടുതലാണ് രണ്ടെണ്ണത്തിനും. ഒരാളെ തൊട്ട അടുത്ത ആൾക്ക്, പ്രത്യേകിച്ച് ലൂണയ്ക്ക്. ആടെ അവിടെ സെറ്റ് 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 സെറ്റ്. നിനക്കെന്താ ഇരിക്കാൻ പറ്റില്ലേ? ഇരിക്കടാ അവിടെ. മുഖത്ത് നോക്കി. എന്റെ കയ്യിൽ ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവരെ രണ്ടാളെയും കൂട്ടിൽ കയറ്റാട്ടോ. ഒന്ന് വന്നോ, വേടാ വേടാ കൂട്ടിക്കയറാം. ഇന്ന് കുറെ നേരം കളിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിൽ കയറുന്നത്. നമ്മൾ ഫുൾ ടൈം ഒരിക്കലും ഇവരെ കൂട്ടിൽ അടച്ചിട്ടുന്ന പരിപാടിയില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ കളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലടാ. വാ 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 വാ. ലൂണ കൂട്ടിൽ കയറിയിട്ടാ. ലൂണ നമ്മൾ പറയാതെ തന്നെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ലൂസിക്ക് ഇച്ചിരി മടിയാണ്. ലൂസി ഫുള്ള് ഉഡായിപ്പാണ് എന്നും. ലൂസി കയറി കൂട്ടില്. കണ്ടില്ലേ, ലൂസി കയറില്ല. ഞാൻ ഒരു വഴിയുണ്ട്, ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഈ ഒരു സാധനം കണ്ടാൽ തന്നെ ചിലപ്പോ ലൂസി ഉള്ളിൽ കയറും കേട്ടോ. ലൂസി കയറി കൂട്ടില്. കണ്ട, ഇത്രേ ഉള്ളൂ. നമ്മള് ഇതെടുത്ത് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം മുമ്പൊരു തവണ കൊടുത്തിട്ടുണ്ട്, ഒന്നല്ല 2 തവണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആണിത്. അപ്പൊ ചില സമയത്തൊക്കെ ഇവര് തീരെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ആവശ്യമില്ലാണ്ട് ഒരു കാര്യങ്ങൾക്കും നമ്മൾ അടിക്കാറില്ല. ആവശ്യത്തിന് 2 തവണ അടിച്ചതിന്റെ എഫക്റ്റാണ് ലൂസിക്ക്. ലൂണയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ലൂണയ്ക്ക് ആകെ കിട്ടിയത് ഒരിക്കൽ ഷൂ എടുത്തതിന് ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൾ അതിനുശേഷം എടുത്തിട്ടില്ല. ചിലപ്പോൾ ഇനി എടുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്